ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഓട്ടം എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് ആണ്. ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ അടുത്തുണ്ട്. രാവിലെ പോവാം. എന്നാൽ നമുക്കിനി സൈറ്റിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ സൈറ്റിൻ്റെ അടുത്ത് എത്താറായേ. വരാൻ പറഞ്ഞോട്ട് വന്ന് നിൽക്കുക. ഇനി ആ ചേട്ടൻ ഒന്ന് വിളിച്ചു നോക്കണം അത് എവിടെയാണ്. പുള്ളിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ എടുക്കുമായിരിക്കും. എന്നോട് നോക്കാം. ഹലോ ചേട്ടാ, ഞാൻ ഈ സൈറ്റിൽ ഇവിടെ വന്നായിരുന്നു. മറ്റേ വില്ലാടൊക്കെ അവിടെ എൻ്റെ മുന്നേ പണി വാളി നിൽക്കുക കേട്ടോ. ഞാനിപ്പോൾ വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടേക്കും. സൈറ്റിലിപ്പം കുറച്ച് സാധനങ്ങൾ മാറ്റാനുണ്ട്. അല്ലാതെ ഇപ്പം വണ്ടി അങ്ങോട്ട് കയറി വരുന്നതാണ് പറയുന്നത്. എന്നാ ചെയ്യുന്നത്? ഞാനിപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഒതുക്കിയിട്ടേക്കും. ഉച്ച കഴിഞ്ഞാണെങ്കിൽ മഴയും പെയ്യും. ഇപ്പം വിളിച്ച് ചോദിക്കാൻ പറ്റിയില്ലേ? വിളിച്ച് ചോദിക്കുമായിരുന്നെങ്കിൽ ഇത്രയും വിഷയമില്ലായിരുന്നു. ഇന്നലെ പോരാൻ പറഞ്ഞുകൊണ്ട് രാവിലെ ഇങ്ങ് പോകുന്നു. രാവിലെ വിളിക്കാനും പറ്റിയില്ല. വിളിച്ചാൽ മതിയായിരുന്നു. ഇല്ല ചെയ്യാനാണ്. ഉച്ച കഴിഞ്ഞ് വരാനാണ് പറഞ്ഞത്. എന്നാൾ ഇനി ഉച്ച വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇന്നലെയുടെ വണ്ടി ഇട്ടു പോയത്. ഇന്നലെ പണി നടന്നില്ല കേട്ടോ അവിടെ. ഇപ്പം രാവിലെ വന്ന് ഇവിടുന്ന് വണ്ടി എടുക്കുക. വണ്ടി എടുത്ത് സൈറ്റിലേക്ക് പോവാണ്. ഇവിടുന്ന് തിരിച്ചു പോകണം. സൈറ്റിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, ഈ കാണുന്ന വഴിയിലൂടെയാണോ പോകേണ്ടത്? എന്നാൽ ഫ്രണ്ട് പോകത്തില്ല. ഫ്രണ്ട് പോയാൽ അവിടെ തിരിക്കാൻ സ്ഥലമില്ല. എന്തായാലും റിവേഴ്സ് പോവാം. വണ്ടി തിരിക്കാം. ഇതാണ് സൈറ്റ്. ഇന്നലെ ഇവിടെ കംപ്ലീറ്റ് കട്ടയായിരുന്നു. അപ്പോൾ കട്ട മാറ്റാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ കുറച്ചുകൂടെ മാറ്റാനുണ്ടോ സൈഡിൽ? വണ്ടി ഇവിടെ കിടപ്പുണ്ടോ നാട്ടിൽ? തുടങ്ങാറായോ ചേട്ടാ? തുടങ്ങാവോ? ആ സാധനം വേണേ എന്നെ ഇളക്കിയിട്ട് കൊടുക്കാം. കട്ട മുറിക്കോളൂല്ലോ. ഈ കൂട്ടത്തിൽ ഇളക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ മാറ്റിക്കോളും കട്ടേ. ഇവിടെ 2 ഫില്ലർ കുഴി എടുക്കാനാണ്. ഫില്ലർ കുഴി എടുക്കാൻ ഇന്നലെ വന്ന് കിടന്നത്. ഈ കട്ടയുടെ ഇളക്കി കൊടുക്കാതെ. പിന്നെ അവരത് പതുക്കെ മാറ്റിക്കോളും. സ്ലാബും കട്ട അതിൻ്റെ അവിടെ ഒരു ഫില്ലർ കുഴി വരുന്നുണ്ട്. അത് മൊത്തത്തിലാണ് ഇതിലെ പോകുന്നത്. മൊത്തത്തിൽ ഇളകിപ്പോ കുടിച്ചു കൊടുക്കണം. പക്ഷെ കട്ട മാർക്ക് എടുക്കാനുള്ള ആദ്യം ഇടിച്ചു പൊടിച്ച് തവിട് പൊടി ആക്കിയിട്ടുണ്ടേ. ഈ ഭായിമാർ പെരുക്കട്ട കട്ടയല്ല അവിടെ. അതെ ജേക്കബേട്ടൻ വന്നു കേട്ടോ. ആ കട്ട മാറ്റിയിട്ട് തുടങ്ങാം. ചെറിയ ബക്കറ്റ് ഇട്ടാ മതിയോ? ഈ ബക്കറ്റ് വെച്ചാൽ മതിയോ? ഇതെന്നാ പെറുക്കിട്ടോ? അത് പൊട്ടിപ്പോവും. ആ കട്ട പെറുക്കിട്ടോ ഇങ്ങോട്ട്. അത് നല്ല കട്ടയല്ലേ? ഇതിനകത്തോട്ട് വെച്ചോ. ആ കട്ട മൊത്തം നിറച്ചേട്ടെ. എങ്ങോട്ടാ ഇടുന്നേ? ഇവിടെയാ? ഈ ഫ്രണ്ടോട് എടുത്തിട്ട് ആ തറയുടെ സൈഡിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. തൊട്ടടുത്ത് തന്നെയാ, എന്നാലും സമയം പോകുന്നല്ലോ. അതെടുക്കാം. ആ കമ്പി വയറും ഒന്ന് മാറ്റിയാൽ മതി. ഇവിടെ സംഭവം ആ റിങ്ങിൻ്റെ ഇടയ്ക്ക് കുറച്ച് മിറ്റിലെ സംഭവം കിടപ്പുണ്ടായിരുന്നു. പേസ്റ്റ് എന്നിട്ട് അത് ആ റിങ്ങിന് ഇടയ്ക്ക് ഇടുവാണെങ്കിൽ അതും ബില്ലായിക്കോളും. ചെളി ആകത്തുമില്ല. അതിന് വേണ്ടി കേട്ടോ. കുറച്ചുകൂടെ മുന്നോട്ട് കയറി നിൽക്കാം. ആ കാണുന്ന വേസ്റ്റ് വലിച്ചിടാനാണ് പറഞ്ഞത്. അവിടെ ഇച്ചിരി പാറയുണ്ട് കേട്ടോ. പാറയല്ല, മക്ക പോലത്തെ സംഭവം ഉണ്ട്. അത് വലിച്ച് ഈ കിണറിന്റെ സൈഡിലേക്ക് ഇട്ട് കൊടുക്കാനാണോ പറയുന്നത്? ആരും തൊട്ടടുത്താ ഒരു തൂമ്പായി കിടാനുള്ള കേസേ ഉള്ളൂ. മക്കാണ്ടായിരിക്കണം. വലിച്ചാൽ കിട്ടുമല്ലോ. ഈ കിണറിനകത്ത് വലിയ കല്ല് ഇടാൻ പറ്റത്തില്ല. കിണറിന്റെ സൈഡിലെ
മറ്റേ റിങ് ഇട്ടേക്കുമല്ലോ, റിങ്ങിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ ഇടാൻ വേണ്ടിയാണ്. റിങ്ങേലൊക്കെ തൊട്ടാ പൊട്ടിപ്പോ, അമ്മാതിരി റിങ് കേട്ടോ. JCBയുടെ കൈ തൊടാൻ പറ്റത്തില്ല റിങ്ങേല്. എനിക്ക് ഈ സൈഡ് കയ്യാല കിടക്കുന്ന സ്വിച്ച് ബോർഡ് ഉണ്ട്. ഇതിന്റെ എല്ലാം ഇടയ്ക്കണം പതുക്കെ മാറ്റാൻ. ഇത് റിങ്ങെ തട്ടാനും പറ്റില്ല. ആ മൂലക്കുള്ള മറ്റ് കംപ്ലീറ്റ് മാറ്റിയേ. ഈ സൈഡിലേക്ക് കുറച്ചുകൂടെ വലിച്ചു മാറ്റാം. ചുവടെ എടുത്ത് അപ്പുറത്തോട്ട് മാറ്റാമോ? ആ മതി. അവിടെ ഒരു എർത്ത് കമ്പി ഉള്ളതുകൊണ്ട് ആ സ്വിച്ച് ബോർഡ് മാറ്റാൻ പറ്റില്ല. മാമണ്ണ അങ്ങോട്ടിടണോ? ആ നീ കട്ടയിച്ച് മാറ്റിയേക്കാം. അവിടെ വലിക്കാണ്ടോ? നോക്കാം. കല്ലാണോ? കല്ലാണ് ഇതിനകത്തോട് ചാടും ചിലപ്പോ. ഇവിടെയാണേ കുഴി എടുക്കണ്ടേ. നല്ല പുട്ടുപോലത്തെ മണ്ണാണ് ഇവിടെ. ഇത് ഉണങ്ങിയ മണ്ണായാണ് കുഴപ്പമില്ലായിരിക്കും കേട്ടോ. ചെളി ഇട്ടാലേ പ്രശ്നമുള്ളൂ ഈ കിണറിന്റെ സൈഡിൽ. കിണറിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ഈ ഫില്ലർ വരുന്നത്. ഇത് കാർപോർട്ടിനുള്ള ഫില്ലറാണ്. കാര്യം പറയുകയാണെങ്കിൽ ചെറിയ വർക്കാണ്. ചെറിയ വർക്കാന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ഥിരം വിളിക്കുന്ന ഒരു ആളാണ് കേട്ടോ, ജേക്കബേട്ടനെ. അതായത് നമുക്കിതൊന്നും ഒഴിവാക്കാൻ പറ്റുന്ന കേസല്ല. ഇത് കറക്റ്റ് ചെറിയ പണിയാണെങ്കിലും വലിയ പണിയാണെങ്കിലും നല്ല ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ വലിയ പണിയെല്ലാം പറഞ്ഞാൽ ചെറിയ പണിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയാൻ പറ്റുമല്ലോ, അത് മര്യാദയല്ല. ഇന്നലെ വീഡിയോ ഇല്ലായിരുന്നു. ഇവിടുത്തെ സൈറ്റ് പണി മുടങ്ങിപ്പോയി. ഇവിടെ കംപ്ലീറ്റ് സാധനങ്ങളായിരുന്നു, വണ്ടി കയറാൻ പോലും സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ പണി നടക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ മുടങ്ങിപ്പോയത്. കുഴിയുടെ അളവ് എത്രയാണെന്ന് അറിയത്തില്ല, ചോദിച്ചു നോക്കാമേ. ഇപ്പം ഏകദേശം 2.5 അടി മേളിൽ താഴ്ചയായിട്ടുണ്ട്. ഉറപ്പ് കാണുന്നോളം വരെയാണ് ഇനിയും താഴേണ്ടി വരും. അല്ലെന്ന് ചോദിക്കട്ടെ, അല്ലെ പിന്നെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇത് മതിയോ താഴ്ച? വെട്ടുകല്ല് കാണുന്നവിടെ വരെ താഴ്ത്തിക്കളാനാണ് പറഞ്ഞേക്കുന്നത്. വെട്ടുകല്ലിന്റെ ചെറിയൊരു അംശം കാണുന്നുണ്ട്. ഏകദേശം കുഴി തീരാറായെന്ന് തോന്നുന്നു കേട്ടോ. 6 അടി മേളിൽ താഴ്ചയായി. താഴത്തോ? ആ നോക്കാം, അത് കിട്ടുമോ നോക്കാം. ഇങ്ങോട്ട് കയറി നിൽക്കത്തില്ല, അതാ. അങ്ങ സൈഡാ. ഈ കുട്ടിക്ക് നല്ലപോലെ മലയാളം അറിയാം. ഈ പുറകിൽ കുറെ സാധനം കിടപ്പുണ്ട്, അതായിട്ട് അല്ല വണ്ടി കുറച്ചുകൂടെ നേരെ നിൽക്കാം. ചെറിയ കുഴിയാണ്, നല്ല ആഴമുണ്ട് കേട്ടോ, താഴ്ചയുണ്ട്. അത് കാരണം ഇത് അടിവച്ചൊന്നും അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടുന്നില്ല. കുറച്ച് വായ്മാര് പണിയേണ്ടി വരും. വായ്മാർക്ക് ഇപ്പം പണിയാനും മടിയാ. ആ കുഴി ഏകദേശം എടുത്തു കഴിഞ്ഞു. മതിയാലോ ചേട്ടാ? ചേട്ടാ ആ മൂലക്ക് മണ്ണിട്ട് കൊടുക്കണോ കുറച്ച്? ആ മൂലക്ക് വേണ്ട, ഇതിനകത്തിടാൻ. ഇനി അരിയണോ? ഓ ഇവനെ കൊണ്ട് തോറ്റു പോകത്തുള്ളൂ, ഒരു രക്ഷയില്ല. സൈഡ് കുറച്ചുകൂടെ കയറ്റി എടുക്കാനോ? സൈഡ് അളവും കുറ്റിയും കോലും ഒക്കെ പോയി. സൈഡ് കയറ്റി എടുത്തെങ്കിൽ പില്ലർ ഇനി അങ്ങോട്ടാണോ മാറുന്നെങ്കിൽ പിന്നെ ആ സൈഡ് കയറ്റി എടുക്കേണ്ടി വരും. ഇവര് പറയുന്ന പോലെ അങ്ങ് ചെയ്യും കേട്ടോ, അവരുടെ ആഗ്രഹം പോലെ സാധിച്ചു കൊടുക്കും. ഇവിടുന്ന് കോരിയിടാം, ഇങ്ങോട്ട് എത്തത്തില്ല. ഇപ്പൊ റിങ്ങിന്റെ ഒക്കത്തിൽ മണ്ണായി. ഈ കുറച്ചങ്ങോട്ട് കയറി നിന്നിട്ട് ഇനി മണ്ണ് കുറച്ചിടാറുണ്ട്, അതിവിടെ ഇട്ട് കൊടുത്തേ. അല്ലെങ്കിൽ പിന്നെ അമ്മാര് ചുമക്കണം അവിടെ. കിണറിനകത്ത് മണ്ണ് താടാതെ വേണം കേട്ടോ ഇടാൻ. നല്ല തെളിഞ്ഞ വെള്ളം. ഇനി അതിനകത്ത് മണ്ണ് വേണം കലങ്ങുകയും ചെയ്യും. ഒക്കെ സൂക്ഷിച്ച് ചെയ്യട്ടെ കേട്ടോ. അയ്യോ ഒരു പൊടി പോലും വീഴാതിരിക്കാൻ നോക്കിയോ, ഇച്ചിരി മണ്ണ് ചാടി കേട്ടോ. ബക്കറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് കുറച്ച് ചാടി. ഇങ്ങനെ കോരുമ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ റിങ്ങിലേക്ക് മുട്ടിരിക്കുമോ മണ്ണ്. ചീത്തങ്ങാനും കണ്ടാറില്ല, റിങ്ങ് തള്ളിപ്പോവും. ഈ മണ്ണ് അങ്ങോട്ട് പോയിട്ട് ഇനി കുഴിക്കാത്തിടാൻ മണ്ണ് കാണുമോന്നാണ് സംശയം. അതെയോ മതി എന്നാണ് പറയുന്നത്. എന്നാ വെച്ചാല്
ഈ മണ്ണ് അങ്ങോട്ട് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇനി ഫില്ലർ കുഴിക്കകത്തിനുള്ള മണ്ണ് കാണുമല്ലോ, പിന്നെ അത് പുറത്തുനിന്ന് കൊണ്ടുകൊണ്ടേ വരും. എന്താണെങ്കിലും ഇച്ചിരി മണ്ണ് വഴി ഇടണം കേട്ടോ. മുറ്റത്തൊക്കെ മണ്ണ് ആവശ്യം വരും ലാസ്റ്റ് പണി തീർന്ന് കഴിയുമ്പോൾ. ഫിനിഷിങ് വർക്കിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കേണ്ടി വരും. ഒരു കുഴി കഴിഞ്ഞു, അടുത്ത കുഴി എടുക്കാം. ഏയ് ഈ മണ്ണ് ഇങ്ങോട്ടിടാ, ഈ കുഴിയുടെ മണ്ണ് ഇങ്ങോട്ടല്ലേ ഇടണ്ടേ? വേറെ സ്ഥലമില്ലല്ലോ ഇടാൻ. ഇവിടെ കൂട്ടാം. ഇവിടെ പിന്നെ കുറ്റിയുണ്ട് കേട്ടോ. കുറ്റി ഉണ്ടെന്ന് കൊണ്ട് കാര്യമില്ല. ഈ സൈഡ് അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റത്തില്ല, അതാ വിഷയം. ഇവിടെ എന്തൊക്കെയോ കിടപ്പുണ്ട്. അത് നോക്കാം, കുറച്ച് മണ്ണ് അങ്ങോട്ട് ഇടാം. ആ നേരെ നിൽക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഈ കുഴിയുടെ ഷേപ്പിന് ഇച്ചിരി വ്യത്യാസം വരും കേട്ടോ. അപ്പൊ ഈ സൈഡിൽ ഇപ്പൊ ഇതൊക്കെ സാധനമൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ടും നീങ്ങാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും നീങ്ങാൻ പറ്റത്തില്ല. ഏതായാലും കിട്ടുന്ന പോലെ എടുത്തു കൊടുക്കാം. ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങോട്ട് തള്ളി മാറ്റാം. അപ്പൊ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചുകൂടെ ഷേപ്പിൽ കിട്ടുമായിരിക്കണം. കിട്ടും. ഈ ഫില്ലർ വഴി പറയുന്നത് 4x4 കേട്ടോ. 4 അടി വീതിയാണ് പറയുന്നത്. താഴ്ച ഉറപ്പ് കാണുന്നവരെന്ന് പറഞ്ഞു. ഉറപ്പ് കാണുന്നത് ഇപ്പൊ അവിടെ ഒരു 6 അടി 6.5 അടിയും താഴ്ചയായിട്ടുണ്ട്. 1.5 ബക്കറ്റിന്റെ വീതിയാണ് ഇപ്പൊ കുഴിക്കുള്ളത്. ഇങ്ങനെയുള്ള ചെറിയ കുഴി എടുക്കുമ്പോൾ ഉൾവശം ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ കേട്ടോ. എന്നെ കാണിച്ചാല് അത് ആള് നിന്ന് തന്നെ ക്ലിയർ ആക്കേണ്ടി വരും. അതിൽ കുഴി എടുക്കാൻ ബാക്കി വഴിയായിട്ട് വണ്ടി കിടന്ന് ഓടിക്കും കേട്ടോ. അങ്ങോട്ടൊരു വണ്ടി പോകാൻ വേണ്ടി മാറ്റി കൊടുക്കാം. ചെറിയ വഴിയാണ്. ബക്കറ്റ് വേണമെങ്കിൽ പൊക്കി കൊടുക്കാം. ഞാൻ നോക്കിയിട്ട് ഒരു രീതിയിൽ ആ സൈഡ് കിട്ടത്തില്ല കേട്ടോ. ഈ സൈഡിലെല്ലാം ഇതുണ്ട്, മൊത്തം സാധനം ഇരിക്കും. എന്നെ ചെയ്യും. നല്ല താഴ്ച വേണ്ട കുഴിയാ. കുഴിക്ക് ഷേപ്പ് ഇനി കിട്ടുമല്ലോ. ഇനി അവർ കിടന്ന് പറയും അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി പറയുകയും ചെയ്യും. നായയുടെ കമ്പും കോലും ഒക്കെ ഇട്ട് അളക്കുന്നുണ്ട് കേട്ടോ. കുഴിച്ച് ഇപ്പം കിണറിനെക്കാട്ടും താഴ്ചയായി. മഴയെന്നാ പറയുന്നത്. ഇല്ല വേണ്ട. ആ മൂല കുറച്ചുകൂടെ എടുക്കാനാണ് ബായി പറയുന്നത്. അതുകൊണ്ട് കിട്ടുമോ നോക്കാം. കിട്ടാൻ ചാൻസ് കുറവാണ്. കിട്ടുന്ന എടുക്കാം. ആ സൈഡിലേക്ക് ബക്കറ്റ് കിട്ടത്തില്ല ബായി. ആ ഈ സൈഡേ ഇങ്ങോട്ട് വണ്ടി നീങ്ങത്തില്ലല്ലോ. വണ്ടി ഇങ്ങോട്ട് ഇപ്പൊ ഈ സൈഡ് ഇതിങ്ങോട്ട് ബക്കറ്റ് കുറച്ച് ഈ സൈഡിൽ ഇങ്ങനെ അറ്റം വരെ ആക്കി വെച്ചേക്കുക. എന്നാലും ആ സൈഡ് എഡ്ജ് തീർത്ത് കിട്ടത്തില്ല. അത് കിട്ടത്തില്ല ഭായി. ഞാൻ കുറച്ച് വലിച്ചിട്ട് തരാം. എന്നാ വെച്ചാൽ ഇങ്ങോട്ട് വണ്ടി മാറാൻ പറ്റത്തില്ലാത്തതുകൊണ്ടേ നേരെ ഒന്നും കിട്ടത്തില്ല. അല്ലേ കറക്റ്റ് കിട്ടിയാൽ. ഇവിടുത്തെ പണി കഴിഞ്ഞു. ആ നേരത്തെ ഈ മണ്ണ് കുറച്ച് നേരത്തുള്ളത് പറഞ്ഞു. എന്നാലും ഇത് ചെളി കുറച്ച് അങ്ങോട്ട് മാറ്റാം. ഈ ചെളി അങ്ങ് മാറ്റിയിട്ട് അങ്ങോട്ട് ഇടാം. ആ മതിയോ പൊക്കോട്ടെ. അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞ് ഇനി നേരെ പോയേക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ.